ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷം ഒന്നിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം സമാനതകളില്ലാത്ത രീതിയിൽ അവർ ഒരുമിച്ച് ഒരൊറ്റ യന്ത്രം പോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധാരണക്കാർക്ക് വഴികാട്ടിയായി നിൽക്കുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ ഇന്ത്യ മുന്നണി ഒരു തീഗോളം പോലെ മാറിയത്. വാസ്തവത്തിൽ അമിത്ഷായ്ക്ക് ഉത്തരം മുട്ടി. JPC നടപടിക്രമങ്ങളെ ഓരോന്നായി ചോദ്യം ചെയ്തുകൊണ്ട് ലോക്സഭയിൽ KC വേണുഗോപാൽ MP എടുത്തു പറഞ്ഞു. ഇത് ധാർഷ്ട്യവും ധിക്കാരവുമാണ്. മുസ്ലിം ജനവിഭാഗങ്ങളോടുള്ള നിങ്ങളുടെ അതിർത്തിയും അവരോടുള്ള പ്രതിഷേധവുമാണ് നിങ്ങൾ ഈ ബില്ലിലൂടെ കാണിക്കുന്നത്. അവരെ നിങ്ങൾ ഇകഴ്ത്തിക്കാട്ടുന്നു. അത് കൃത്യമായും ഇതിൽ സ്പഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ അമിത്ഷാ ചില മുട്ടാത്തർക്ക ന്യായം പറഞ്ഞുകൊണ്ട് എണീറ്റു. ഇത് മന്ത്രിസഭ അംഗീകരിച്ച കാര്യമാണ്. കേന്ദ്രമന്ത്രിസഭയുടെ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഈ വിഷയം കൃത്യമായി പാസാക്കിയെടുക്കാനുള്ള രീതിയിലേക്ക് കടന്നത്. അതായത് ബിൽ അവതരിപ്പിക്കാൻ ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജിജുവിനെ ഏർപ്പാട് ചെയ്യുമ്പോൾ അദ്ദേഹം പാർലമെന്ററി കാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് മറ്റ് കക്ഷികളോടുകൂടി ആലോചിച്ച ശേഷമാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി പറയാൻ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി എന്ന് മാത്രമല്ല, നിലവിലെ ഭരണകക്ഷിയിലെ മറ്റ് സഖ്യകക്ഷികളായ ഐക്യജനതാദൾ, TDP, ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച, അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ പാർട്ടി, ഇവർ ആരുമായും കൂടിയാലോചന നടത്താതെ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ വിശ്വസ്തരായ കുറച്ച് ആളുകളും ചേർന്ന് രൂപപ്പെടുത്തിയെടുത്ത തീരുമാനമാണ്. ഇതിൽ എന്ത് വ്യക്തതയാണ് ഉള്ളത്? ഇത് JPCയിൽ വന്നപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഇതിനെതിരെ അലയടിച്ചത്. JPCയിലെ അംഗം കൂടിയായ പ്രിയങ്ക ഗാന്ധി ഇതിനെ നിശിതമായി വിമർശിച്ചു. ജഗദാംബിക പാലാണ് JPCയുടെ അധ്യക്ഷനായി പാർലമെന്റ് അധികാരപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇവിടെ കളിക്കുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണ് എന്നാണ്. ഏത് വിഷയത്തിലാണ് എന്നുള്ളത് മാത്രം വ്യക്തമല്ല. മാത്രമല്ല BJP പറയുകയാണ് ഇത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം കോൺഗ്രസ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ് ഈ ബില്ലെന്ന് എടുത്തു പറയുകയാണ്. ന്യൂനപക്ഷ മന്ത്രിസ്ഥാനം കൈക്കലാക്കാൻ മാത്രമുള്ള യാതൊരു അർഹതയും കിരൺ റിജിജുവിന് ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്തു പറയുന്നത്. അല്ലെങ്കിലും BJP ഒരു മുസ്ലിം വ്യക്തിയെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 2014 മുക്താർ അബ്ബാസ് നഖ്വിക്ക് സഹമന്ത്രി സ്ഥാനം കൊടുത്തു. അപ്പോഴും ക്യാബിനറ്റ് കൊടുത്തില്ല. എന്നാൽ അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി പോലുമല്ല. കൃത്യമായിട്ടുള്ള അജണ്ട തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. അത് ആവിഷ്കരിക്കാൻ അനുമതി വാങ്ങിയതാണ് ഈ ബില്ല്. എന്നാൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് നട്ടലോടെ എടുക്കുന്ന കർശന നിലപാട് അമിത്ഷായ്ക്ക് ഒരു ഭാരമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ അത് പാർലമെന്റിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാറുമെന്ന് കോൺഗ്രസ് പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു.